ഇപ്പോൾ 10-ാം വർണ്ണത്തിന്റെ ഉപസംഹാരം ഇങ്ങനെയാണ്. അധികമായി പറയേണ്ടത് എന്താണ്? സിദ്ധാന്തം എന്തെന്നാൽ മണ്ണിൽ ആരോപിക്കപ്പെട്ട കുടത്തിന്റെ രൂപവും പേരും ബാധിക്കപ്പെടുമ്പോൾ വാസ്തവമായ മണ്ണ് മാത്രം എങ്ങനെ മിഞ്ചുമോ അതുപോലെ ആത്മാവിൽ ആരോപിക്കപ്പെട്ട പഞ്ചകോശങ്ങൾ ആത്മജ്ഞാനത്താൽ ബാധിക്കപ്പെടുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവ് ഒരുവൻ മാത്രം വാസ്തവമായി മിഞ്ചുന്നു എന്നിങ്ങനെ ഏവൻ അറിയുന്നു അവനാണ് ആത്മജ്ഞാനി, അവനാണ് ബ്രഹ്മജ്ഞാനി, അവന് തന്നെ വിദേഹമുക്തി ഉണ്ടാകുന്നു എന്ന് സകല ഉപനിഷത്തുകളും ഉറക്കെ മുറയിടുന്നു. ഇങ്ങനെ പറഞ്ഞാണ് 10-ാം വർണ്ണകം ഉപസംഹരിച്ചത്. അപ്പോൾ ഒരു 4 ആഴ്ച കൊണ്ട് എല്ലാം മാറുന്ന അല്ലേ? എല്ലാവരും എല്ലാം ഇതൊരു കണ്ടിന്യൂവേഷൻ പ്രോസസ്സാണ്, മനസ്സിലല്ലേ? ഒരേ സ്ട്രെച്ചിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. ആ ഒരു ഇതിലാണ് ഇത് നമുക്ക് എന്തെങ്കിലും ഇതിൽ അല്പം കിട്ടുന്നത്. ഭൗതിക കാര്യങ്ങള് തിളച്ച് മറിയുന്ന മനസ്സിൽ ഇത് ചെന്ന് പറ്റാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഒരു എന്തിനും ബലാത്കാരമായിട്ടാണെങ്കിലും ഒരു നിഷ്ഠയോടുകൂടി ഇപ്പൊ 10-ാം വർണ്ണകം കൊണ്ട് ഇങ്ങനെ ഉപസംഹരിച്ചു. നമുക്കറിയാം എല്ലാം ഇതില് തോന്നലുകൾ തോന്നുന്നതായിട്ടിരിക്കുകയാണ്, എല്ലാം അറിയപ്പെടുന്നതായിട്ടിരിക്കുകയാണ്. ആത്മാവ് ഒരാൾ മാത്രം അറിയപ്പെടാത്തതായിട്ടിരിക്കുന്നു. അത് അറിയപ്പെടാത്ത എന്തുകൊണ്ട്? നമ്മൾ ഇപ്പോഴത്തെ സംസ്കാരം അനുസരിച്ച് കണ്ണുകൊണ്ട് കാണുന്നതും മനസ്സുകൊണ്ട് ചിന്തിച്ചു ഊഹിച്ചും ഒക്കെ അറിയുന്ന വിധത്തിലാണ് ഈ പ്രാപഞ്ചിക വിഷയങ്ങളെല്ലാം നമുക്ക് അറിയത്തക്കതായിരിക്കുന്നത്. ആത്മാവ് അങ്ങനെയല്ല, സ്വയം പ്രകാശമായിട്ട് അറിവായിട്ടിരിക്കുക. എങ്ങനെ ഇരിക്കുന്നു? ഇതിനെല്ലാം ഉപലക്ഷണമായിട്ടിരിക്കുന്നു. അതും എങ്ങനെ ഇരിക്കുന്നു? ഒരു നിമിഷം പോലും ബാധിക്കപ്പെടാതിരിക്കുന്നു. സർവത്ര പരിപൂർണമായി അതാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ അറിയുന്നില്ല സ്വാമി എന്ന് പറഞ്ഞ അജ്ഞാനികളായിട്ട് ഇരിക്കുന്നത്. ഇതിനെയാണ് ഒരു പറഞ്ഞു പകൽ പോലെ സൂര്യൻ ഉദിച്ചതുപോലെ തന്റെ സ്വരൂപം പ്രകാശിച്ച് നിന്നിട്ടും വാസ്തവത്തിൽ അതിന്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാ വിഷയങ്ങളും അഭിമുഖീകരിക്കുന്നതായിട്ട് ഇരുന്നിട്ടും അതിനെ അറിയുന്നില്ല എന്നൊരു വ്യാമോഹം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് മഹത്തുക്കൾ സാക്ഷാത്കാരം ലഭിച്ചതിന് ശേഷം മഹത്തുക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം ഒരു അതിശയമാണ്. ഇതിൽ അതിശയം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നെ അറിയുന്നില്ല എന്ന് പറയുന്നതാണ്. കാരണം വാസ്തവത്തിൽ അതല്ലേ ഉള്ളൂ. ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് വേദം. നമ്മളിപ്പോഴും എന്തോ ഒരു വിഷയത്തെ അറിയുന്ന ലാഘവത്തോടു കൂടി നമ്മൾ അതിനെ നോക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയല്ല, ഇതിനെല്ലാം വിട്ടാൽ മതി, അത് മാത്രമാണ്. അത് തന്നെയാണ് തന്നെ അറിയുന്നത്. ഇതിനെല്ലാത്തിനും വിട്ടിടത്തിൽ നിഷ്ഠയോഗം സാധിക്കും ഉത്തമറുകൾ ശിഷ്യരാമേ. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. തന്നെ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെ കൊണ്ടോ, അതാണ് പറഞ്ഞത് പഞ്ചകോശ വിലക്ഷണനാണ് ആത്മ എന്ന് വെച്ചാൽ പഞ്ചകോശങ്ങളെ കൊണ്ട് അറിയാനൊക്കില്ല. ശരീരത്ര വിലക്ഷണനാണ് ആത്മ. ഇപ്പൊ ശരീരം കൊണ്ടൊന്നും ഇതിനെ അറിയാനൊക്കില്ല. അവസ്ഥാത്രയ സാക്ഷിയാണ് ആത്മ. അവസ്ഥാത്രയങ്ങൾ കൊണ്ട് അറിയാനൊക്കില്ല. ഒന്നിനാലും അറിയാൻ സാധിക്കാത്ത വേറെ കൂത്തി പറഞ്ഞാൽ ഇതിനെയാണ് ഉച്ഛിഷ്ടമാകാത്ത പൊരുളെന്ന് പറയുന്നത്. തന്റെ സ്വരൂപത്തിനെയാണ് ഉച്ഛിഷ്ടമാകാത്ത പൊരുളെന്ന് പറയുന്നത്. ഉച്ഛിഷ്ടമാകുന്ന എങ്ങനെയാണ്? പക്ഷേ നമ്മൾ നോക്കിയാൽ ഉച്ഛിഷ്ടമായി, നമ്മൾ ഭുജിച്ചാൽ ഉച്ഛിഷ്ടമായി, നമ്മളത് ചിന്തിച്ചാൽ അത് ഉച്ഛിഷ്ടമാവുകയാണ്. ഒരു വിധത്തിലും ഉച്ഛിഷ്ടമാകാത്ത ഏതൊന്നുണ്ടോ അതാണ് ആത്മ. അതെങ്ങനെ ഇരിക്കുന്നു? നിന്റെ സ്വരൂപമായിരിക്കുന്നു, നീയായിരിക്കുന്നു. ഇതിനെയാണ് വേദം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇത് ജ്ഞാനമാണ് ചേച്ചി. മറ്റു പദ്ധതികളെല്ലാം ഈ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വ്യാസഭഗവാൻ തന്നെ പിന്നീട് ചമച്ചതാണ്. ആദ്യം വ്യാസഭഗവാനാണ് ഈ 4 വേദങ്ങളെയാണ് പ്രകാശിപ്പിച്ചത്. ഋക്ക്, യജസ്, സാമം, അഥർവ. ഈ 4 വേദങ്ങളിലായിട്ട് 4 മഹാവാക്യങ്ങളെയാണ് സ്ഥാപിച്ചത്. അതിൽ തത്വമസി, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാന ബ്രഹ്മ, ഈ 4 മഹാവാക്യങ്ങളെ ബോധിപ്പിക്കാനാണ് വേദം ഉദ്ദേശിച്ചിട്ട് ഈ 4 വേദങ്ങൾ ഇതിൽ പൊട്ടിപ്പുറപ്പെട്ടു. പക്ഷെ അതിലാരും വരുന്നില്ല കണ്ടപ്പോഴാണ് അതേ പിന്നീട് താഴോട്ട് വരികയാണ് ചെയ്തത്. 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങളാണ് വ്യാസ നിർമ്മിതി. 6 ശാസ്ത്രങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ച തത്വങ്ങളും അതിനെ ഉല്ലംഘിക്കാനുള്ള പദ്ധതികളും അദ്ദേഹം ഓർത്തു വെച്ചത്. ജ്യോതിഷം അതിൽ പ്രധാന ഒരു പാദമാണ് അതിൽ. എന്തിനാണെന്ന് ജ്യോതിഷം വിധിച്ചത്? ഒരാളുടെ ആയുസ് 120 വയസ്സാണ്.
ഈ 120 വയസ്സിൽ ഇവ എത്ര കാലം ജീവിച്ചിരിക്കുക എന്നുള്ളത് ആദ്യം കണക്കൂട്ടും. എന്തിനാണ്? ജീവിതത്തെ ഭാഗിക്കാനാണ്. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം. പിന്നെ 4 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ട് തനിക്ക് ഒരു ഭാഗം തനിക്ക് വേണം, തന്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണം. അതിന് കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ 60 വയസ്സ് വരെ ഉള്ള ഒരാള് അയാള് ഇങ്ങനെ അറിയാതെ പോയിക്കൊണ്ടിരുന്നാൽ ഇയാൾക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും? തന്റെ സാക്ഷാത്കാര ജ്ഞാനത്തിലേക്ക് തനിക്ക് ഇത്ര കാലം ശ്രമിക്കണമെന്ന് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അവർ പറഞ്ഞു, ആദ്യം ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ ആദ്യം മരണത്തെയാണ് നോക്കുന്നത്, ഒരാളുടെ ആയുസ്സിനെയാണ് നോക്കുന്നത്. ഒരു ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആയുസ്സിനെ നോക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ സന്ധികളെല്ലാം വെച്ച് ഒരു ഉദ്ദേശം ഒരു 70 വയസ്സ് അല്ലെ 80 വയസ്സ് വരെ ഇയാൾ ജീവിച്ചിരിക്കും. ആയുസ്സിനെ പ്രവചിച്ചു വെച്ചുകൊണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ 80 വയസ്സിന് ശേഷം ബലം എഴുതേണ്ടി വരും, അല്ല വരൂല്ലേ? 120 വയസ്സ് വരെ ഉണ്ടെങ്കിലും 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, ഇങ്ങനെ പലരും പല ആയുസ്സുകളിലായിട്ട് മരിച്ചു പോകും. ഇവിടെ ഇവന് തനിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തും. ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മക്കൾക്ക് വേണ്ടി, പിന്നെ ബന്ധുക്കൾക്ക് വേണ്ടിയും ശത്രുക്കൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നു. അല്ലെ, തനിക്ക് വേണ്ടി താൻ എന്ത് പ്രവർത്തിച്ചു? ഒന്നും പ്രവർത്തിച്ചില്ല. സത്യമാണത്. ഓരോരുത്തരും നോക്കിക്കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി താൻ എന്ത് ചെയ്തു? ഒരു ചുക്കും ചെയ്തിട്ടില്ല. തനിക്ക് വേണ്ടി ചെയ്യേണ്ട എന്താണ്? ഈ ജീവകാരുണ്യം. ഈ ജീവനെ ഉദ്ധരിച്ച പരമപദത്തിൽ ചേർക്കണം. ഇത് നമ്മുടെ ലക്ഷ്യം ഇതാണ്. ജീവൻ അനാദിയായിട്ട് ദുഃഖിക്കുന്നു. ജനിക്കാൻ മരിക്കുക ഈ പ്രക്രിയയിൽ അകപ്പെട്ട് കൊടുങ്കാറ്റിലകപ്പെട്ട ഒരു ചെത്ത പോലെ ഈ ജീവൻ ചുറ്റി നിൽക്കുകയാണ്. അങ്ങോട്ട് പോയി കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു, ഒരു കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് വേറൊരു കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ ഈ ജീവൻ ഗതിയില്ലാതെ നിൽക്കുകയാണ്. ഈ നിൽക്കുന്ന ഈ ജീവനെ അതിൻ്റെ സ്വരൂപത്തെ കാണിച്ച് അതിന് മുക്തരാക്കണം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതിനെയാണ് സ്വാമി പറഞ്ഞു തന്നു, ഇതാണ് ജീവകാരുണ്യം. ഇതിനെയാണ് ജീവകാരുണ്യം എന്ന് പറയുന്നത്. അതിന് പിന്നെ ഈ പറഞ്ഞ കണക്ക് അനാഥാലയങ്ങളൊക്കെ ഉണ്ടാക്കി, ഒരു ട്രസ്റ്റി ഉണ്ടാക്കി, ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ടാക്കി പണം സമ്പാദിക്കുന്നതല്ല ജീവിത ലക്ഷ്യം. അതെല്ലാം ഒരു വിധത്തിൽ തട്ടിപ്പാണ്, അല്ലേ? രാജകീയ ഏതെങ്കിലും ഒരു പ്രവർത്തനം സത്യസന്ധമായി ഉണ്ടോ ഈ ലോകത്ത്? അവർ പറഞ്ഞ ജീവകാരുണ്യം ഇതല്ല. അവർ പറഞ്ഞ് തൻ്റെ ജീവനെ ഉദ്ധരിച്ച് പരമപദത്തിൽ എത്തിക്കാനാണ്. ഇതിനാണ് ആ മുക്തിമാർഗം എന്ന് പറയുന്നത്. ഇതിനെയാണ് വേദം നിഷ്കർഷിച്ച് നിൽക്കുന്നത്. അപ്പോഴും പറയുന്നത് 100 പേർക്ക് അന്നദാനം കൊടുത്താൽ അത് പുണ്യമല്ല. എന്തൊരു പുണ്യം? അതൊക്കെ പുണ്യമായിരിക്കാം, പക്ഷെ ആത്മസാക്ഷാത്കാരത്തിലൊന്നും വരില്ല. ഒന്നും വരില്ല. ഒരു കാര്യവും ആത്മസാക്ഷാത്കാരത്തിൽ വരില്ല. അവർ പറഞ്ഞതാണ്, മനയ്ക്കുൾ വൈത്ത പണ്ടങ്ങളെ മറന്നവൻ വരിടം 100 എഴുതാലും നിനത്തുണർന്ന പിൻകിട്ടും ഇപ്പടിന്റെ നിർമ്മല ആത്മാവും അനർത്ഥമാണ് തൻ മറതിയൊക്കെടുത്ത് തൻ അറിവിനാൽ കാണാമൽ കനത്ത കർമ്മങ്ങൾ 100 യുഗം ചെയ്യലും കാണുമോ കാണാതെ. തന്റെ സ്വരൂപത്തെ മറന്നിരിക്കുകയാണ് നമ്മള്. ഇതിനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 1000 ബ്രാഹ്മണർക്ക് അന്നദാനം കൊടുത്തു, ഗംഗയിൽ പോയി മുങ്ങി സ്നാനം ചെയ്തു, കോടാനുകോടി മന്ത്രങ്ങൾ ജപിച്ചു, പറ്റില്ല. അവർ പറഞ്ഞു കനത്ത കർമ്മങ്ങൾ 100 യുഗം ചെയ്യലും കാണുമോ കാണാതെ. പിന്നെ ഇതെങ്ങനെ ഉണരണമെന്ന് ചോദിച്ചാൽ വിചാരിച്ച് ഉണരണം. ഇതിന്റെ താല്പര്യത്തെ നല്ലപോലെ വിചാരിച്ച് ഉണരണം. ഇതാണ് ഇതിനെ അറിയാനുള്ള മാർഗം. ഇങ്ങനെ അറിഞ്ഞാലോ ഈ ജന്മം സഫലമായി. ഇതിനെയാണ് ജന്മസാഫല്യം എന്ന് പറയുന്നത്. സാഫല്യത്തിന് തന്നെ മുക്തി എന്ന് പറയും. ഈ ജീവിതം ദുഃഖമാണെന്ന് ഇതുവരെ തിരിച്ചറിയാത്തവർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറഞ്ഞ കുഴപ്പമില്ല, കൊള്ളാം, അത് രസം തന്നെ. ഒരു കവി പാടി, ഇനി ഒരു ജന്മം കൂടി തരുമോ എന്നൊക്കെ ചോദിച്ച് പാടിയിട്ടുണ്ട്. ഇനിയൊരു ജന്മം കൂടി. വയലാറ്. അതൊക്കെ കവികളാണ്. അവർ വൈകാരിക മണ്ഡലത്തിൽ നിന്നാണ് അത് സംസാരിച്ചിരിക്കുന്നത്, വാസ്തവത്തിലല്ല. നല്ല അറിഞ്ഞവർ പറയുന്നു, ഇനി ഇങ്ങനെ ഒരു ഘോരമായ ജന്മം എനിക്ക് വേണ്ട. ഈ തീരുമാനം എടുത്തവരെയാണ് ജ്ഞാനികളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ജ്ഞാനികളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവരെയാണ്. അവർക്ക് മാത്രമേ ഇതിന്റെ രഹസ്യം മനസ്സിലായുള്ളൂ. അനാദിയായിട്ട് ദുഃഖിക്കുന്നു വിചാരിച്ച് എല്ലാവരും ദുഃഖിക്കുന്നു. സ്വാമി ഇതിനെപ്പറ്റി എന്തോ കഥയാണ് പറയണമെന്ന് വെച്ചാൽ, ചിലര് പറഞ്ഞില്ലേ, മരിച്ചു പോകുന്നതിനെ പറ്റി പറയണ ഇങ്ങനെയാണ്. ചെറുപ്പത്തിൽ മരിച്ചു പോകും, വയസ്സായി മരിച്ചു പോകും, രോഗം വന്ന് മരിച്ചു പോകും, ആക്സിഡൻ്റായി മരിച്ചു പോകും. ഇങ്ങനെ മരിക്കുന്നതിനുള്ള കാരണങ്ങൾ ചിന്തിച്ചാൽ പലതാണ്.
ഇതിനെപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകുന്ന ഒരു കാര്യമാണ് നമുക്കുള്ളത്. പക്ഷെ ഇതിൽ വെച്ച് നിന്നുകൊണ്ട് ഇതിനു മുമ്പ് നമുക്ക് സാധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ണുക, ഉറങ്ങുക, ക്രീഡിക്കുക മാത്രമല്ല. അപ്പോൾ പിന്നെന്താണ്? തൻ്റെ ജീവനെ ഉദ്ധരിച്ച് ആ പരമപദത്തിൽ ചേർക്കുക എന്നുള്ള ധർമ്മത്തിൽ നമ്മൾ അധിഷ്ഠിതം, നമ്മൾ കർത്തവ്യമായിട്ട് നിൽക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ കർത്തവ്യത്തെ മറന്നു എന്ന് പറയുന്നത്. നിന്റെ കർത്തവ്യത്തെ നീ മറന്നു. പണം ഉണ്ടാക്കി, എത്ര പേര് പണം ഉണ്ടാക്കി ഇതെല്ലാം ഇട്ടിട്ട് പോകുന്നു. ഇതായിപ്പോൾ ഒരാൾ, നമ്മളെ സായിപ്പ്, ചേച്ചിയുടെ തൊട്ടടുത്തുള്ള സായിപ്പ്, അതൊക്കെ എത്ര വയസ്സായി? 70-72 വയസ്സാവില്ലേ? എപ്പോഴെങ്കിലും മരിച്ചു പോകാം. ഒരു 2-3 ഏക്കർ സ്ഥലം അയാൾ വെച്ചിരിക്കണം, അയാൾ കൊടുക്കണില്ല. അത് വിറ്റെങ്കിൽ അതിന്റെ 1000 രൂപയെങ്കിലും എടുത്ത് അയാൾക്ക് വല്ലത് വാങ്ങിച്ച് തിന്ന് ഇതാക്കായിരുന്നു. എന്തുകൊണ്ട്? എന്തോ ചില കാര്യങ്ങളാണ്, മൂഢതയാണ് ഈ ചെയ്തത്. അയാൾ നടക്കണം, ജലിഞ്ഞാണ് നടക്കുന്നത്. കാരണം എന്താണ്? ഇത്രയും വസ്തു എനിക്കുണ്ടെന്നുള്ള ഭാവം. എന്തിനെങ്കിലും പറ്റുമോ രാധികയെ? നിമിഷം കൊണ്ട് ഭഗവാൻ വിളിച്ചുകളയും. എലിമിനേഷൻ എന്നാണ് പറയുന്നത്. എലിമിനേറ്റ്, ഒരു എലിമിനേഷൻ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ ഉണരാതെ, ഇതിലൊരു എന്താ പറയും, ഒരു ഇത് കാണാതെ പോകുന്നതിനാണ് മൂഢത എന്ന് പറഞ്ഞത്. മൂഢത വേറൊന്നുമല്ല. ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മൂഢന്മാരാണ് എല്ലാവരും. കാരണം ഇത് തിരിച്ചറിയുന്നില്ല, തന്റെ ജീവിത ലക്ഷ്യം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് എത്രയും കഴിയുന്നത്ര ഇതുമായിട്ട് സംബന്ധപ്പെട്ട് ഇതുമായിട്ട് ചേർന്ന് നിന്ന് പോകാൻ ശ്രമിക്കുകയായിരുന്നു. പകുതിയെ നമുക്ക് പറ്റൂ, ബാക്കി ഈശ്വരനാണ്, ഗുരുവാണ് തരണം. അപ്പൊ ആ ഗുരുവിനോടുള്ള ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ മാത്രം മതി. അവർ പറയുന്നു എല്ലാം സാധിക്കും. പക്ഷെ ഇതിനെ വിട്ടുനിന്നാൽ എന്ത് സാധിക്കും? ഒന്നും സാധിക്കില്ല. അങ്ങനെ 11ാം വർണ്ണകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ 11ാം വർണ്ണകത്തിൽ ആത്മാവിന്റെ സച്ചിദാനന്ദ സ്വരൂപമായ 4ാമത്തെ ലക്ഷണത്തെ ചൊല്ലപ്പെടുന്നു. ഈ പറഞ്ഞില്ലേ, ആത്മാവിന്റെ സ്വരൂപത്തെ സാധകരിൽ ഉണർത്താൻ വേണ്ടി 4 വിധ പദ്ധതികളാണ് അവർ പറഞ്ഞു. ഒന്ന് പറഞ്ഞു, ഈ ശരീരത്ര വിലക്ഷണാണ് ആത്മാ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഈ ആത്മാ പഞ്ചകോശ വ്യതിരിക്തനാണ് ഈ ആത്മാ എന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു, ഈ ആത്മാ അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു, ഈ ആത്മാ സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇങ്ങനെ 4 ലക്ഷണങ്ങളെ കൊണ്ട് ആത്മാവിനെ നിർണയം ചെയ്യണം. ഈ നിർണയം ചെയ്ത് ആ ആത്മാവായി തന്നെ ഉണരാനുള്ള വഴികൾ ഇതിൽ നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, വേറൊന്നുമില്ല. ഇതാണ് നമ്മള് കർത്തവ്യം. ഓക്കെ. ഈ 11ാം വർണ്ണകത്തിൽ ആത്മാവിന്റെ സച്ചിദാനന്ദ രൂപമായ 4ാമത്തെ ലക്ഷണയെ ചൊല്ലപ്പെടുന്നു. ആത്മാവിന്റെ സത്രൂപമേത്, ചിത്രൂപമേത്, ആനന്ദരൂപമേത് എന്നാണെങ്കിൽ കേൾക്കുക. 3 കാലത്തിലും ഒന്നിനാലും ബാധിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ട് ഒരേ രൂപമായിരിക്കുന്നത് തന്നെ സത്ത് ലക്ഷണം. ഈ ലക്ഷണം ആത്മാവിലിരിക്കുന്നു. ഇതിന് പ്രമാണം ഏതെന്നാൽ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുമ്പേ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആത്മാവിലിരുന്ന് ആകാശമുണ്ടായി എന്നിങ്ങനെ മുതലായ വേദാന്ത ശാസ്ത്രമാണ് പ്രമാണം. സകല ജനങ്ങളുടെ അനുഭവവും പ്രമാണം തന്നെ. ആ അനുഭവം എങ്ങനെയെന്നാൽ, സമ്പത്തുള്ളവൻ, ദരിദ്രൻ, കർമ്മം ചെയ്യുന്നവൻ, ഭക്തൻ, മുമുക്ഷു എന്ന് സകല ജനങ്ങളും പറയുന്നു. അവരുടെ അനുഭവം പറയപ്പെടുന്നു. ഞാൻ മുൻ ജന്മത്തിൽ സൽപാത്രത്തിൽ എത്രയോ ദാനം ചെയ്തേൻ, അതിനാൽ ഈ ജന്മത്തിൽ ഐശ്വര്യം അനുഭവിക്കുന്നേൻ. ഈ ജന്മത്തിലും എന്തെങ്കിലും ദാനം ചെയ്താൽ വരാൻ പോകുന്ന ജന്മത്തിലും ഐശ്വര്യം അനുഭവിക്കാം എന്നത് ആഢ്യരുടെ അനുഭവം, ആഢ്യന്മാരുടെ അനുഭവം. ഞാൻ പൂർവ്വജന്മത്തിൽ സൽപാത്രത്തിൽ ഒന്നും ദാനം ചെയ്യാത്തതിനാൽ ഈ ജന്മത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നേ. ഈ ജന്മത്തിലും ഞാൻ ഒന്നും ദത്തം ചെയ്യാതിരുന്നാൽ വരും ജന്മത്തിലും ദാരിദ്ര്യം അനുഭവിക്കും എന്നത് ദരിദ്രരുടെ അനുഭവം. പൂർവ്വജന്മത്തിൽ ഞാൻ സത്കർമ്മങ്ങളെ അനുഷ്ഠിച്ചതിനാൽ ആ വാസനയാൽ ഈ ജന്മത്തിലും സത്കർമ്മങ്ങളെ എന്നാൽ അനുഷ്ഠിക്കപ്പെടുന്നത്. ഇതിനാലാണ് വരും ജന്മത്തിൽ ദേവജന്മം വരാൻ പോകുന്നത് എന്നത് കർമ്മിയുടെ അനുഭവം. പൂർവ്വജന്മത്തിൽ ഞാൻ ഭഗവാനെ ഉപാസിച്ചതിനാൽ ആ വാസനയാൽ ഈ ജന്മത്തിലും എനിക്ക് ഭഗവത് ഭക്തി ഇരിക്കുന്നു. ഇതിനാൽ വരാൻ പോകുന്ന ജന്മത്തിൽ വൈകുണ്ഠം മുതലായ ലോകത്തിൽ സാലോക്യം മുതലായ മുക്തിയെ അനുഭവിക്കും എന്നത് ഭക്തന്റെ അനുഭവം.
മുൻജന്മങ്ങളിൽ ഈശ്വരാർപ്പണ രൂപമായി ഞാൻ കർമ്മങ്ങളെ ചെയ്തേ. അതിനാൽ ഈ ജന്മത്തിൽ സാധന ചതുഷ്ടയം, സദ്ഗുരു ലാഭം, വേദാന്ത ശ്രവണം മുതലായവയും ആത്മജ്ഞാനവും ലഭ്യമായി. ഇനി എനിക്ക് ജന്മം ഇല്ല, ഞാൻ കൃതകൃത്യം തന്നെ എന്നതും മുമുക്ഷുവിന്റെ അനുഭവം. ഇങ്ങനെ സകല ജനങ്ങൾക്കും മുക്കാലത്തിലും ഞാൻ ഇരിക്കുന്നേൻ എന്ന അനുഭവം കാണുന്നതിനാൽ ആത്മാവിൽ അധ്യാസം ചെയ്യപ്പെട്ടിരിക്കുന്ന ദേഹത്തിന് നാശമല്ലാതെ ആത്മാവിന് ഒരിക്കലും നാശമില്ല. ആയതിനാൽ മുക്കാലത്തിലും ബാധിക്കപ്പെടാതെ ഒരേ രൂപമായി ഇരിക്കുന്നതിനാൽ ആത്മാവിന് സദ്രൂപത്വം ഇരിക്കുന്നു. ഇതുകൂടാതെ യുക്തിയാലും വിചാരിക്കുമ്പോൾ ആത്മാവിന് സദ്രൂപത്വം സിദ്ധിക്കുന്നു. എങ്ങനെയെന്നാൽ നാം ഈ ലോകത്തിൽ ആണോ അല്ലയോ എന്ന് വിചാരിക്കുമ്പോൾ സകല ജനങ്ങൾക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നേൻ എന്നുള്ള അനുഭവം ഇരിക്കുന്നേല നാം ഇരിക്കുന്നു എന്ന് അറിയ വേണ്ടിയത്. ഇങ്ങനെ ഇരിക്കുന്ന നാം ശരീരികളോ അശരീരികളോ എന്നാണെങ്കിൽ ശരീരമുള്ളവരല്ലാതെ അശരീരികളല്ല. ഈ ശരീരം ഏതിനാൽ വന്നതെന്നാൽ വിചാരിച്ചു നോക്കുമ്പോൾ കർമ്മത്തിനാൽ വന്നതെന്നത് നിശ്ചയം. ആ കർമ്മം നമ്മുടേതോ അന്യരുടേതോ എന്നാൽ ഒരുവന്റെ കർമ്മത്തിനാൽ മറ്റൊരുവന് സ്വർഗാദി അനുഭവം ഇല്ലാത്തതിനാൽ നമ്മുടേത് തന്നെ എന്ന് ചൊല്ലണം. അങ്ങനെ അല്ലാതിരുന്നാൽ ഒരുവന്റെ കർമ്മത്തിനാൽ മറ്റൊരുവന് സ്വർഗം മുതലായതിനെ അടയണം. മുമ്പ് സുഖബ്രഹ്മർഷി ചെയ്ത സമാധിയാൽ നമുക്കെല്ലാവർക്കും വിദേഹമുക്തി ഉണ്ടാകണം. അതിനാൽ നമ്മുടെ കർമ്മത്തിനാൽ നമുക്ക് ശരീരം വരുന്നതെന്ന് അറിയണം. ഈ ശരീരം ഉണ്ടായതിന് കർമ്മം പൂർവ്വജന്മത്തിൽ ഒരു ദേഹത്തിലിരുന്ന് ചെയ്തതായും ആ കർമ്മവും അതിനു മുമ്പുള്ള ജന്മത്തിൽ ഒരു ദേഹത്തിലിരുന്ന് ചെയ്തതായും ആ ദേഹമുണ്ടാകുന്നതിന് അതിനു മുമ്പുള്ള ജന്മത്തിൽ കർമ്മവും കാരണമായും ഇങ്ങനെ വിചാരിക്കുമ്പോൾ കർമ്മത്തിനും ശരീരത്തിനും പ്രവാഹരൂപമായ അനാദിത്വം സിദ്ധം. കർമ്മത്തെയും ദേഹത്തെയും എടുത്ത ആത്മാവിന് ആകാശത്തെ പോലെ നേരായി മുഖ്യമായ സ്വരൂപത്തിനാൽ അനാദിത്വം സിദ്ധം. ഇങ്ങനെ കഴിഞ്ഞ കാലത്തിലും വർത്തമാന കാലങ്ങളിലും സത്വം സിദ്ധമായി യുക്തിയാൽ സാധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി വരും കാലത്തിലും ആത്മാവിന്റെ സത്വം യുക്തിയാൽ സാധിക്കപ്പെടുന്നു. എങ്ങനെയെന്നാൽ ജന്മാന്തരങ്ങളിൽ ശ്രവണ മനനാദിക കർമ്മങ്ങൾ ചെയ്ത് കർമ്മമേ മുഖ്യമെന്നുള്ള ബുദ്ധിയോടുകൂടി കർമ്മം നമ്മളാൽ അനുഷ്ഠിക്കപ്പെട്ടതിനാൽ ആണ് ഈ ജന്മവും ശരീരവും വന്നത്. ഈ ജന്മത്തിൽ ചെയ്ത കർമ്മവും ഇനിയൊരു ജന്മത്തെ കൊടുക്കുന്നു. ഈ ജന്മത്തിൽ ചെയ്യും കർമ്മവും പിന്നെയും ഒരു ജന്മത്തെ കൊടുക്കുന്നു. ആ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മവും പിന്നെയും ഒരു ശരീരത്തെ കൊടുക്കുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും വിചാരിക്കുമ്പോൾ കർമ്മപ്രവാഹത്തിനും ശരീരപ്രവാഹത്തിനും വരാൻ പോകുന്ന കാലത്തിലും അവസാനമില്ല. തത്വജ്ഞാനത്തിനാൽ തന്നെ കർമ്മം ക്ഷീണിക്കണം. പിന്നീട് ശരീരം വരികയില്ല. ശരീരം, കർമ്മം ഈ രണ്ട് സംബന്ധമുള്ള ആത്മാവാണെങ്കിൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത് വരെ ശരീരത്തിന്റെ ഉൽപ്പത്തി ലയങ്ങളെ അനുഭവിച്ചുകൊണ്ടും ശരീരത്തിന്റെ സ്ഥിതികാലങ്ങളിൽ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടും താഴെ സ്ഥാവരം തൊട്ട് മേലെ ബ്രഹ്മലോകം വരെ ഭ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നു, നശിക്കുന്നില്ല. തത്വജ്ഞാനമുണ്ടായാൽ അവിദ്യാസ്വരൂപമായ കർമ്മം മുതലായവ നശിച്ചു പോകുന്നതിനാലും ദുഃഖത്തിന് ഇല്ലാത്തതിനാലും സ്വസ്വരൂപാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് വിദേഹമുക്തിയിൽ സുഖമായിരിക്കും. ഇങ്ങനെ വരുംകാലത്തിലും ആത്മാവിന് ഒരിക്കലും ഇല്ലായ്മയില്ല, എപ്പോഴും ഇരിക്കുന്നതാണെന്ന് യുക്തിയാലും സിദ്ധിക്കുന്നു. ഇങ്ങനെ 3 കാലത്തിലും ആത്മാവ് ഇരിക്കുന്നതിനാൽ ബാധിക്കപ്പെടാതെ വാസ്തവമായ ഒരു രൂപമായിരിക്കുന്നതിനാൽ എപ്പോഴും ഉള്ളവൻ എന്ന് സിദ്ധിച്ചു. ഇങ്ങനെ ശ്രുതി അനുഭവങ്ങളാൽ അറിഞ്ഞുകൊള്ളേണ്ടതെന്ന് എന്തെന്നാൽ അനേക പ്രളയങ്ങളിൽ അനേക പ്രപഞ്ചങ്ങൾ നഷ്ടമായാലും താൻ നഷ്ടമാകാത്തവനായി കൊണ്ടേ ഇരിക്കുന്നതിനാൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ പ്രപഞ്ചത്തിനല്ലാതെ ആത്മാവിനില്ല. മുക്കാലത്തിലും ബാധിക്കപ്പെടാതെ ഒരേ രൂപമായി ഇരിക്കുന്നതിനാൽ ആത്മാവ് സത്രൂപനാണെന്നറിയണം. സത്രൂപത്തിന്റെ നിരൂപണമാണ് പറഞ്ഞത്. അത് ശ്രുതിയുക്തി അനുഭവങ്ങളെ കൊണ്ട് ഈ സത്രൂപ നിരൂപണം ചെയ്തിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? സൃഷ്ടിക്ക് മുമ്പ് വാസ്തവത്തിൽ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്താണ്, ആ സത്തിലാണ് ഈ സൃഷ്ടി എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇതിലൊരു വിവർത്തമായിട്ട് വന്നിരിക്കുകയാണ്, ആരോപമായിട്ട് വന്നിരിക്കുകയാണ്. സത്താണ് ഉള്ളത്, ഒരിക്കലും മാറാത്ത ആത്മാവിന്റെ സത്രൂപം. സാമാന്യ രൂപം നമ്മൾ പിന്നീട് പഠിക്കും. സത്രൂപം, സാമാന്യ രൂപം, ചിത്താനന്ദങ്ങൾ, വിശേഷ രൂപം. ഈ സത്രൂപം സാമാന്യമായി ഇരിക്കുന്ന ഈ സത്രൂപത്തിലാണ് ഈ ആരോപം തോന്നിയിരിക്കുന്നത്. ആരോപം എന്ന ഈ പ്രപഞ്ചത്തിന്റെ ആരോപം ഉണ്ടായിരിക്കുന്നത്.
ഈ ദേഹാദി പ്രപഞ്ചത്തിന്റെ ആരോപം ഉണ്ടായിരിക്കുകയാണ്. ആരോപം എന്ന് പറയാൻ കാരണം എന്താണ്? ഇതിൽ തോന്നയല്ലേ, താൻ അറിയല്ലേ, അറിയുന്ന കാര്യങ്ങൾ അറിവാവില്ലല്ലോ, ഇതിന് വിലക്ഷണമല്ലേ. എങ്ങനെ നോക്കിയാലും ഇതെല്ലാം അറിയപ്പെടുന്ന പൊരുളായിട്ട് വിഷയങ്ങളായിട്ടിരിക്കുക. പക്ഷെ വിഷയമായിട്ടിരിക്കുന്ന ആരാണ്? വിഷയി എന്ന് പറയാൻ പറ്റില്ല, ആത്മവിഷയമല്ല. എങ്കിലും നമ്മൾ വിഷയമായിട്ട് പറയുമ്പോൾ വിഷയി ഇതിൽ നിന്ന് അന്യമല്ലേ, മനസ്സിലായില്ലേ? വിഷയം എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം വിഷയം ഉണ്ടെങ്കിൽ വിഷയമുണ്ട്, വിഷയം ഉണ്ടെങ്കിൽ വിഷയമുണ്ട്. ഇതിൽ ഒന്ന് പോയാൽ എല്ലാം ഇല്ലാതെ. വിഷയം ത്രിപുടി ഭാവം എന്നാണ് ഇതിന്റെ പേര്. ത്രിപുടി ഭാവം, കാണുന്നവൻ, കാഴ്ച, അറിവ്, ഈ 3 രൂപത്തിലാണ് ഇതിൽ നിൽക്കുന്നത്. ഈ ത്രിപുടി ഇതിൽ സൃഷ്ടിക്കപ്പെടും. ഈ ത്രിപുടിയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഈ ലോകത്ത്. ഈ ത്രിപുടിക്ക് സാക്ഷിയായിട്ടാണ് ആരിയ്ക്കുന്നത്? ആത്മായിരിക്കുന്നത്. അതിൽ സത്വരൂപം എന്ന് പറയുന്നത് ഇതിന്റെ പ്രകടമായി ഒരു കാലത്തും ഒഴിവില്ലാതെ ഇരിക്കുന്നതാണ് സത്വരൂപം. ചിത്തു ആനന്ദങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാധയുണ്ടെന്ന് പറയാം. കാരണം ഈ സത്ത് സാമാന്യമായിട്ട് ആ കയറ് സാമാന്യമായി പ്രകാശിച്ച കയറിലാണ് പാമ്പിന്റെ ആരോപം ഉണ്ടായത്. സാമാന്യം എന്ന് പറയാൻ കാരണം എന്താണ്? കയറിന്റെ പിരിയോ നാരോ ചകിരിയോ അറിയാനൊക്കാത്ത ഒരു മന്ദാന്തകാരൻ അവിടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിൽ പാമ്പിന്റെ ഒരു അധ്യാസം അതിൽ രൂപപ്പെട്ടു. അധ്യാസത്തിന്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു വിവർത്തം, ഒരു തോന്നൽ അതിൽ രൂപപ്പെട്ടു. എന്തുകൊണ്ട്? കയറിനെ പൂർണ്ണമായി അറിഞ്ഞില്ല. അതുപോലെ ആത്മാവിന്റെ സ്വരൂപം സച്ചിദാനന്ദം, അതിൽ സത്യം എന്നുള്ള സാമാന്യ രൂപം മാത്രം അറിയുകയും ചിത്തും ആനന്ദമുള്ള വിശേഷ രൂപം മറയപ്പെട്ടതും കൊണ്ടാണ് ഈ സാമാന്യമായി തോന്നിയ ഈ സത്തില് ഈ പ്രപഞ്ചത്തിന്റെ ആരോപം തോന്നിയത്. പ്രപഞ്ചത്തിന് ആരോപം തോന്നാൻ കാരണം എന്താണ്? ഇത് ഈ സാമാന്യമായിട്ട് പ്രകാശിച്ചു എന്ന് പറയുമ്പോൾ കയറിന്റെ വിശേഷഭാവം മറയപ്പെട്ടു. സ്വാമി എടുത്തെടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് പറഞ്ഞു കയറിന്റെ വിശേഷഭാവമാണ് അതിന്റെ പിരിയും ചകിരിയും നാരും ഒക്കെ. അത് കാണാൻ പറ്റുമോ ഈ മന്ദാന്തകാരത്തിൽ? അപ്പൊ എന്തോ ഒന്ന് കിടക്കുന്നു എന്നാണ്. അതാണ് സാമാന്യ രൂപം. ഈ സാമാന്യമായിരിക്കുന്ന ആ കയറിൽ, ആ സാമാന്യമായ ജ്ഞാനത്തിലാണ് ഈ ആരോപം ഉണ്ടായിരിക്കുന്നത്. അത് എടുക്കാൻ പറ്റാൻ വന്നപ്പോൾ അതിൽ പാമ്പെന്നോ ജലധാരയെന്നോ അല്ലെങ്കിൽ പള്ളമെന്നോ അല്ലെങ്കിൽ ഭൂമിയുടെ വിള്ളലെന്നോ ഗുരുദേവൻ ഇതിനെ പറ്റി ഭയങ്കരമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കയറിനെ മറയ്ക്കുന്ന ആവരണമായിട്ടിരിക്കുകയാണ്. ഇത് തോന്നിയതല്ല. ഇപ്പൊ തോന്നിയെന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത് കയർ മറഞ്ഞു എന്നാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് ആരോപിക്കപ്പെട്ട ഒന്നാണ്, കയറിനെ അല്ല. ഇതുപോലെ ജ്ഞാനമാണ് സർവത്ര പരിപൂർണമാക്കിയ സത്വരൂപമാണ്. ആ ജ്ഞാനത്തിന്റെ സത്വരൂപമാണ് സാമാന്യമായിട്ട് പ്രകാശിച്ച് ഈ ലോകമായിട്ടിരിക്കുന്നത്. ഈ ലോകമായിട്ടിരിക്കുന്ന ലോകം എവിടെ ഇരിക്കുന്നു? ഈ സത്തിലാണ് ഇരിക്കുന്നു. എന്തുകൊണ്ട് സത്തില് ലോകം തോന്നിയെന്ന് ചോദിച്ചാൽ സത്തിനെ അറിഞ്ഞില്ല. സാമാന്യമായിട്ട് സത്തിനെ അറിഞ്ഞിരിക്കുന്നു. സത്തിന്റെ വിശേഷ രൂപമാണ് ചിത്തും ആനന്ദവും. അതറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത് തോന്നിയ അധ്യാസം അഴിഞ്ഞു പോകും. അധ്യാസം നിലനിൽക്കാൻ കാരണം വ്യക്തമായി കയറിനെ ധരിക്കാത്തതാണ്. പാമ്പവിടെ വന്നത് വ്യക്തമായി അറിയണമെങ്കിൽ ആ പ്രകാശം പൂർണ്ണ പ്രകാശം വേണം. ആ പൂർണ്ണ പ്രകാശത്തോട് ഇവിടെ നമുക്ക് ഈ വേദശാസ്ത്രങ്ങൾ ആ പ്രകാശത്തിനെയാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെ നീ നോക്കൂ, ഇങ്ങനെ നീ ചിന്തിക്കൂ, വിചാരിക്കൂ എന്നൊക്കെ പറയുമ്പോഴേ അവരിതിനകത്ത് ആ ടോർച്ച് നമുക്ക് തരുകയാണ്. ഇതിനെ നോക്കാനുള്ള ഒരു ടോർച്ചിന് തരുകയാണ്. അതിൽ നോക്കുമ്പോൾ പരമാർത്ഥം. ഇപ്പൊ തന്നെ പറഞ്ഞു ഈ ശരീരം ഞാനാണെന്ന് ഇരിക്കുകയാണ്, ഇതാണ് ഞാൻ. അവർ പറഞ്ഞു ഈ ശരീരം നീയല്ല, കാരണം നിന്നെ അറിയപ്പെടുകയാണ്. ഇതിലെ നാഡീജന്മരൊക്കെ നീ അറിയും. ഈ ശരീരത്തിൽ വരുന്ന വേദന നീ അറിയും. ഈ ശരീരത്തിൽ വരുന്ന ഓരോന്നും നീ അറിയുന്നു, എല്ലാം നീ അറിയുന്നു. നിന്നെ അറിയപ്പെടുന്ന ഈ ശരീരം നീ എങ്ങനെ ആവും? അപ്പൊ അത് നമുക്ക് തന്ന ഒരു ടോർച്ചാണ്. അതാണ് ഈ അറിവാണ്. ഈ അറിവ്, ഇതാണ് വിവേകം. ഈ വിവേകം അതാണ് അവർ പറഞ്ഞ ബുദ്ധി വിചാരം അറ്റതനാലും പറയാൻ കാരണം. ഈ ബുദ്ധി വിചാരം കൊണ്ട് ഇതിനെ നോക്കിയാൽ അവർ പറയുന്നു ഇത് വാസ്തവമായിട്ട് ഇത് ആത്മാവെന്ന് തിരിച്ചറിയും. എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ അതൊക്കെ പിന്നീട് പറയാം. ഇത് നേരിട്ട് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞാലും ഇതിന്റെ പ്രോസസ്സൊക്കെ വേറെയാണ്. അപ്പൊ പറഞ്ഞല്ലോ, സത്ത്, ചിത്ത്, ആനന്ദം, ഇത് മൂന്നുമാണ് ആത്മാവിന്റെ സ്വരൂപം. ഇതിൽ സത്വരൂപം, സാമാന്യ രൂപം. ഈ സത്വരൂപത്തിന്റെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചത്. എന്താണ് പരാമർശിച്ചത്? ഈ സത്ത് എന്ന് പറഞ്ഞാൽ ത്രികാലത്തും അബാധ്യമായിരിക്കുന്നതാണ്, 3 കാലത്തിലും മാറാതെ നിൽക്കുന്നതാണ്. ഒരു കാലത്തും ഇതിന്റെ അഭാവമില്ല, വരുന്നില്ല. അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പൂർവ്വജന്മത്തിലുണ്ടായിരുന്നു. പൂർവ്വജന്മത്തിൽ അതാണ് അവർ പറഞ്ഞത്.
പൂർവ്വജന്മത്തിൽ നീ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനാണ് ഈ ജന്മത്തിൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഭൂമിയെ പറ്റി പറഞ്ഞത് ഇത് ഫലഭൂമി എന്നാണ്. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായിട്ട് വന്ന ഭൂമിയാണ്. ഫലം അനുഭവിച്ച് തീർത്ത് എന്ത് ചെയ്യണം? മുക്തനാകണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷെ ഫലം അനുഭവിച്ച് തീർന്ന് മുക്തനാകുന്നതിന് പകരം ഫലം അനുഭവിക്കുന്നതോടൊപ്പം പിന്നെയും ആഗ്രഹങ്ങളും അത് വേണം ഇത് വേണം എന്നുള്ള ചിന്താഗതികൾ, ഈ കഥയില്ലാത്ത കാര്യങ്ങളിൽ പ്രവർത്തിച്ച് വീണ്ടും ജന്മങ്ങള് പറഞ്ഞില്ലേ, ഈ കർമ്മത്തിനും ഈ ശരീരത്തിനും പ്രവാഹ രൂപമായി സംബന്ധിക്കുകയാണ്. ഇവിടെ ഓരോ ആഗ്രഹങ്ങളും ഓരോ വിത്തുകളാണ്. വിത്തെന്ന് വെച്ചാൽ പൊടിക്കുന്നതെന്നർത്ഥം. ഒരു വിത്ത് പൊടിക്കണ എപ്പോഴാണ് ചേച്ചി? അനുകൂല പരിസ്ഥിതി വരുമ്പോഴാണ് ആ വിത്ത് പൊടിക്കുന്നത്. വിത്ത് പൊടിക്കുന്നതിന് മുമ്പ് ആ വിത്ത് എങ്ങനെ ഇരിക്കും? വിത്തായിട്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഉള്ളില് കാരണത്തിൽ വിത്ത് എത്ര ഉണ്ടെന്നറിയാം. അവർ പറയുന്നു മഹാമേരുവിനും അപ്പുറമായിട്ട് വിത്തുകൾ ഇരിക്കുകയാണ്. പക്ഷെ ഇതില് ഈശ്വരൻ കുറെ വിത്തുകളെ വീക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾക്ക് പൊടിച്ച് ഈ ശരീരമായിട്ട് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇതിലിരുന്നു കൊണ്ട് ജ്ഞാനം ഉണ്ടാക്കി ഈ കാരണത്തിലിരിക്കുന്ന സകല വിത്തിനെ വറുത്ത് കളയണം. ഈ വിത്തിനെ വറുക്കാന്ന് വെച്ചാൽ മനസ്സിലായോ? വിത്ത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ പൊടിക്കില്ല. അതാണ് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ വിത്തിനെ വറുക്കുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് തന്നെ അറിയാം. ഞാനൊരു ഉദാഹരണം പറയാം. സാധാരണ ഭൗതിക ഉദാഹരണത്തിൽ കൂടെ നമ്മൾ ഇതൊക്കെയോ ആഗ്രഹിച്ച് ചിലതൊക്കെ കിട്ടിയതിലൊക്കെ നമ്മൾ പിന്നെയും ചിന്തിച്ച് നോക്കിയപ്പോൾ ഇതിലൊന്നും എന്ത് കഥയിരിക്കും, ഇതിലെന്ത് കഥയിരിക്കും, ഇതൊക്കെ കിട്ടിയിട്ടത് കിട്ടിയില്ലെങ്കിൽ അത് മനസ്സിലായില്ലേ? ഇതൊന്നും നമുക്ക് ശ്രേയസിനെ തരുന്നില്ല. ഇത് ഒരു വിത്ത് നമുക്ക് അധോഗതിയെയാണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ ആ വിത്ത് ഭസ്മമായി. അല്ലേ? വിവേകം തന്നെയാണ്, ജ്ഞാനത്തിന്റെ വിവേകം തന്നെയാണ് ഈ വിത്തിനെ വറുക്കണ ജ്ഞാനാഗ്നി. പറഞ്ഞില്ലേ? ഈ ജ്ഞാനാഗ്നി സർവ വിത്തുകളെയും ഭസ്മമാക്കി കളയും. ഈ ജ്ഞാനം വരാതിരുന്നാലോ ഈ വിത്തെല്ലാം എത്രയോ ജന്മങ്ങൾക്ക് കാരണമായി ഇരിക്കുകയാണ്. ഇതാണ് ജ്ഞാനം വന്ന ആളിന് ഈ വിത്തുകളെല്ലാം വറുത്ത് ഇല്ലാതാക്കി കളയാതെ. ജ്ഞാനം ഇല്ലാതെ വന്നാൽ ഇതെല്ലാം വീണ്ടും പോയി ആദ്യം ഈ പറയുന്ന ആഗാമി കർമ്മത്തിൽ പോയിട്ട് നിന്നിട്ട് അത് പിന്നീട് സഞ്ചിതത്തിൽ കൊടുക്കും. കാരണത്തിൽ പോയിരിക്കും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സിൽ നടക്കുന്നത്. വളരെ വളരെ സൂക്ഷിച്ച് നിരീക്ഷിക്കാനാണ് അവർ പറയുന്നത്. അത്രയ്ക്കും ഘോരമായ ഒരു സ്ഥലത്ത് അകപ്പെട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഒരു സ്വാതന്ത്ര്യമില്ല. കയ്യിലൊക്കെ വിലങ്ങിട്ട് കാലിൽ ആമയിട്ട് പണ്ടൊരു ശിക്ഷ ഉണ്ടായിരുന്നു. അതുപോലെയാണ് എല്ലാവരും ഇരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിനും പറ്റൂല. കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഈ ജന്മം ഇതിൽ വന്നിരിക്കുന്നത്. ഇതിലിരുന്നു കൊണ്ട് ശാശ്വതമായ മുക്തിയെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നത്. ഈ ലക്ഷ്യ സാക്ഷാത്കാരമാണ് മഹത്തുക്കൾ ചെയ്ത് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് വിചാരിക്കുക, എല്ലാം ചെയ്തോളൂ. നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തോളൂ. പക്ഷെ അതൊന്നും നിങ്ങളുടെ ലക്ഷ്യമല്ല. നിങ്ങളുടെ ലക്ഷ്യം ഏതാണ്? ഈ ജനന മരണ സംസാര ദുഃഖത്തിന് അറുതി വരുത്തുക. ഇതാണ് മുക്തി. ഈ മുക്തിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഇതിന് എന്താണ് വേണ്ടത്? ജ്ഞാനമാണ് വേണ്ടത്. ആ ജ്ഞാനത്തിന് എന്താണ് വേണ്ടത്? നല്ല വിവേകമാണ്. ആ വിവേകത്തെയാണ് ഈ ശാസ്ത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നോക്കൂ അതൊക്കെ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്ത് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇതിനകത്ത് ഭയങ്കരമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അകത്തുകൂടെ ഒരു അർത്ഥം ഇതിൽ ഓടുന്നു എന്ന് സ്വാമി പറയും. അകത്തുകൂടെ ഒരു അർത്ഥം ഓടുന്നു. ആ അർത്ഥത്തിൽ നമുക്ക് പിടിപെടുന്ന എന്തോ അന്ന് മറ്റും നമുക്കിതിൽ വീടും. അതുവരയ്ക്കും ഇത് നമുക്ക് ഒരു സാമൂഹ്യ പാഠം പഠിക്കുന്ന പോലെ, ഒരു സയൻസ് പഠിക്കുന്ന പോലെ ഒരു ഓബ്ജക്റ്റീവ് അനാലിസിസ് ആയിട്ട് നിൽക്കും. ഇത് കഴിഞ്ഞ ഇത് സബ്ജക്റ്റീവാണ്. മനസ്സിലായി? വേദാന്തം സബ്ജക്റ്റീവ് അനാലിസിസ് ആണ്. സയൻസ് അങ്ങനെയാണ്, ഓബ്ജക്റ്റിഫൈ ചെയ്യണം. എല്ലാ ഓബ്ജക്ട്സിനെയൊക്കെ കണ്ടിട്ട് അത് അങ്ങനെ ഇരിക്കുന്നു, അത് ഇങ്ങനെ ഇരിക്കുന്നു, ചുവപ്പ് നിറം, ഇത് കറുപ്പ് നിറം എന്നൊക്കെ പറയും. ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ സ്വരൂപത്തെ അനലൈസ് ചെയ്യണം. നമ്മുടെ സ്വരൂപത്തെ എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും? അവർ പറയുന്നു ഓരോ വിധത്തിലും അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് വന്നിരിക്കുന്ന അധ്യാസത്തെ അഴിച്ചു കളഞ്ഞാൽ തന്റെ സ്വരൂപം കരതനാമലകം പോലെ പ്രകാശിക്കുന്നത്
എല്ലാവരുടെയും അനുഭവമാണ്. ഇതിനെയാണ് പറയുന്നത്. ദേവാദിദേവ സർവജ്ഞ